ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദുരന്തർ എന്ന മൂവിയുടെ ഒരു റിവ്യൂയിലേക്ക് കിടക്കാം. ഞാൻ സിനിമ OTT-ലാണ് കണ്ടത്. ഇപ്പോൾ സോണി ലീവിൽ അവൈലബിൾ ആണ്. കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ലേറ്റായി കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റായിട്ട് മൂവിയുടെ റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. സിനിമയിൽ നമ്മൾ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ രൺവീർ സിംഗ് ആണ്. പിന്നെ അക്ഷയ് ഖാനയുണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, പിന്നെ സാറ അർജുനുണ്ട്. ഇവരാണ് മേജറായിട്ട് വരുന്നത്. ഇവൻ നമ്മുടെ രൺവീർ സിംഗ് ഒരു മെയിൻ ഹീറോ തന്നെ ആണെങ്കിൽ പോലും അക്ഷയ് ഖാനെ തൂക്കി എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളിയുടെ ഒരു ഓറയും പരിപാടി ഒരു ഗംഭീരം തന്നെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ വിജയ് ഒക്കെ അങ്ങനെ ഒരു ഓറ പുതിയ അക്ഷയ് ഖാനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ദൃശ്യം ഹിന്ദി റീമേക്കിലൊക്കെ പുള്ളിയാന്ന് തോന്നുന്നു. അപ്പം ഒരു കിടിലം ഓറ തന്നെ കിട്ടി. പുള്ളി എന്തായാലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൂസിഫറിലെ നമ്മുടെ ലാലേട്ടൻ കഥാപാത്രമില്ല, അതുപോലെ തന്നെ ഒരു മുഖഭാവമൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. എന്നാൽ പോലും ആ ക്യാരക്ടർ വരുമ്പോഴും ആ ഒരു കിടിലൻ എല്ലാം നമുക്ക് കിട്ടും. പിന്നെ മേജർലി രൺവീർ സിംഗിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ പുള്ളി ആസ് യൂഷ്വൽ നല്ല കിടില. ഈ മറ്റേ ഓൺ സ്റ്റേജിലൊക്കെ പുള്ളി കുറച്ച് അലമ്പൊക്കെ കാണിക്കുമെങ്കിൽ പോലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും പുള്ളി കിടിലൻ തന്നെയാണ്. ആ ഒരു സ്പൈ ആയിട്ട് പുള്ളി പറ്റിയത് തന്നെയാണ്. ബോഡി ഒക്കെ ഉൾപ്പെടെ നൈസ് തന്നെയാണ്. പിന്നെ ഒരു ലവ് സ്റ്റോറി ചില സംഭവങ്ങളുണ്ട്, അതും അത്യാവശ്യം നമ്മുടെ സാർ അർജുനാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അവരുടെ ലവ് ട്രാക്ക് പരിപാടിയൊന്നും ഒരുപാട് ബോറടിപ്പിക്കാണ്ടും വൾഗർ ആവാണ്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സ്പൈ മൂവീസൊക്കെ YRF സ്പൈ മൂവീസൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വൾഗറായിട്ട് തന്നെയാണ് ലേഡീസിനായ പോലും ഒക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഇതാണ് ഒരു കറക്റ്റ് സ്പൈ മൂവി എന്നൊരു നമുക്ക് കാണിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഈ സിനിമ 1-2 പാകിസ്ഥാൻ ഉൾപ്പെടെ കുറേ രാജ്യങ്ങളൊക്കെ ബാൻഡാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പറയാൻ മറന്നുപോയി. നമ്മുടെ ഉറി എന്ന സിനിമയുടെ ഡയറക്ടറാണ് ആദിത്യ ധാർ. അപ്പോൾ ഉറിയുടെ റേഞ്ച് എല്ലാവർക്കും അറിയാം. അത് ഇത്തിരി റോ ഫോർമാറ്റിലുള്ളതാണ്. ഇതും റിയൽ ഇൻസിഡൻസ്. മൊത്തം റിയൽ ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും മോസ്റ്റ് ഓഫ് ദ കുറച്ച് സംഭവങ്ങളൊക്കെ റിയൽ തന്നെയാണ്. പിന്നെ ചില അതായത് സിനിമയിൽ റിയൽ വിഷ്വൽസും പിന്നെ കുറച്ച് നമ്മുടെ ഈ സിനിമാറ്റിക് വിഷ്വൽസും അങ്ങനെ ചെറുതായിട്ട് മിക്സായിട്ട് കാണിക്കുന്നുണ്ട്. കുറവാണ് റിയൽ വിഷ്വൽസ്, എങ്കിലും അത് നൈസായിട്ട് ഉണ്ട്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ട്. പൊതുവേ ഇപ്പം നമ്മുടെ കുറച്ച് ഇപ്പം ഞാൻ പെട്ടെന്ന് വർക്കുള്ള കുറച്ച് മൂവീസൊക്കെ ഉണ്ട്, ഇത്ര ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബോറാവാറുണ്ട്. പക്ഷേ ഇത് ഒരു ഇത്തിരി റോ ഫോർമാറ്റിലാണ്, എങ്കിൽ പിന്നെ ഇത്തിരി സിനിമാറ്റിക് ആക്കിയുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ്. അങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നല്ല. നായകൻ വരുന്നു, പെട്ടെന്ന് പരിപാടി എടുക്കുന്നു, പെട്ടെന്ന് പോകണു, അങ്ങനത്തെ പരിപാടിയല്ല. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിയൽ സ്പൈ എങ്ങനെ വരുന്നു ആ രീതിയിലാണ് സിനിമ പോണത്. അതിൽ സിനിമ നല്ലോണം 100% വിജയിച്ചിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് നമുക്കൊരു മോശം പറയാനൊന്നുമില്ല, എല്ലാം നല്ല കിടിലൻ തന്നെ ആയിട്ടുണ്ട്. പിന്നെ മെജോറിറ്റി പാകിസ്ഥാൻ പരിപാടിയാണ്. പൊതുവേ നമ്മുടെ ഈ പാകിസ്ഥാൻ ഇന്ത്യ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പെട്ടെന്ന് കാണിക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യ അങ്ങനെ മാറി ഇതിലൊരു 90% പാകിസ്ഥാനിൻ്റെ പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ സിനിമയിൽ ഉള്ളൊരു സംഭവമാണ് ഓറ. ഈ ഒരു സംഭവം വിട്ട് സിനിമയിൽ മാറിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം പറയണത് നമ്മുടെ അക്ഷയ് ഖാനയുടെ സംഭവം, അത് ഓൾറെഡി പുള്ളി നല്ലൊരു ഓറ സംഭവമുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയൊരു സർപ്രൈസ് തന്നെയാണ് നമ്മുടെ സഞ്ജയുടെ കാര്യം. പുള്ളി കുറച്ച് സിനിമയിലൊക്കെ ഇപ്പോൾ രാജസാബിലൊക്കെ ഒരു പൊട്ട റോളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് പൊട്ട റോൾസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ KGF ഒക്കെയാണ് പുള്ളിയുടെ അത്യാവശ്യം നല്ലൊരു പടം എന്നൊക്കെ പറയാൻ. പിന്നെ കുറച്ചുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ടൊക്കെ വന്നതിൽ നല്ലൊരു സിനിമ ഈ സിനിമ തന്നെയാണ്. പുള്ളിയുടെ ആ കാറിലെ വരവും പിന്നെ സിനിമയിലെ റെട്രോ സോങ്സ്, നമ്മുടെ ലോകേഷിൻ്റെ പരിപാടിയൊക്കെ നല്ലോണം ഇതിലും പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഹിന്ദി പാട്ടും ഹവ ഹവ പിന്നുള്ളത് നമ്മുടെ റംബാഹോ, ഈ 2 സോങ്സൊക്കെ നല്ല കിടിലം തന്നെയാണ്, കിടിലം പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ സിനിമ പോണ ഒരു പോക്കും പിന്നെ മൊത്തത്തിലുള്ള കിടിലം സംഭവങ്ങളൊക്കെ നമുക്ക് സിനിമയെ പറ്റി യാതൊന്നും കുറ്റം പറയാനില്ല. ഈ 3 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു തരി ലാഗ് പോലും ഇല്ല. അതിപ്പോൾ ഞാൻ OTT-യിലാണ് കണ്ടത്. OTT പോലും എനിക്ക് അങ്ങനെ ലാഗ് തോന്നിയില്ല. അപ്പോൾ തിയേറ്ററിൽ കണ്ടവരാരും പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണാം. ഇതൊരു മസ്റ്റ് വാച്ചൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്കൊരു സ്പൈ മൂവീസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒരു പാകിസ്ഥാൻ പരിപാടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് എന്തായാലും പോയി കാണാം. പിന്നെ മേജർലി സിനിമയിൽ അങ്ങനെ മേജർലി വയലൻസ്, ഇതൊരു A സർട്ടിഫിക്കറ്റ് പാടാണ്. അപ്പോൾ എന്തായാലും പിള്ളേരൊന്നും കാണണ്ട. വയലൻസ് നമ്മുടെ ആനിമലും നമ്മുടെ മാർക്കൊക്കെ പോലെ ഒരു ബ്രൂട്ടൽ സംഭവങ്ങൾ 1-2 സ്ഥലത്തൊക്കെ ഉണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ നല്ലോണം ബ്രൂട്ടലായിട്ട് തന്നെയാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വയലൻസ് അത്യാവശ്യം തന്നെ ഉണ്ട്. പിന്നെ മറ്റ് സ്പൈ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനോട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇത്തിരി എന്താ ഈ വൾഗറും പൊട്ട വെറുതെ എടുത്തു വെച്ച പോലത്തെ കുറേ മൂവീസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വാർ 2 ഒക്കെ, വാർ ഞാൻ കണ്ടല്ല, വാർ 2 എല്ലാവർക്കും അറിയാലോ, വൻ ട്രോളുകളൊക്കെ നേടിയതാണ്. അത് വെച്ചൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അത്രത്തോളം നല്ല സിനിമയാണ്. പിന്നെ നമ്മുടെ മാധവൻ, പുള്ളിയും അത്യാവശ്യം നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റിയൊരു ക്യാരക്ടറും നമ്മുടെ ഒരു ഇന്ത്യയിലെ ഞാൻ പറഞ്ഞ ഒരു മിനിസ്റ്റർ സംഭവം ഉള്ള ഒരാളാണ്. ആ പുള്ളി കിടിലാണ്. പിന്നെ ദുരന്തർ 2 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർലി
ഇനിയിപ്പോൾ സ്പോയിലർ ആക്കാനുള്ള നമ്മുടെ രൺവീർ സിംഗ് ഇനി അവിടെ ഒരു ഭരിക്കുന്ന സംഭവം തന്നെയാണ് സിനിമയിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദുരന്തർ 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9.7 തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അത്യാവശ്യം നൈസ് പടം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ദുരന്തർ 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ പോയി കാണാം. പക്ഷേ ഈ ദുരന്തർ 2 റൈറ്റ്സ് വാങ്ങിയിട്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറാണ്. അത് അങ്ങനെ ഒരു കോമഡി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ദുരന്തർ 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.